ഒരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാന് ഇന്ത്യയുടെ തിരിച്ചടി താങ്ങാൻ കഴിയുമോ? ആയുധശേഷിയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും പാകിസ്ഥാന് ഇന്ത്യയോട് പിടിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ താങ്ങാൻ കഴിയും എന്നൊക്കെ ചിലപ്പോൾ കണക്കിൽ ഉത്തരം പറയേണ്ടി വരും. ആ തരത്തിലേക്കുള്ള ആയുധശേഷിയൊക്കെ ഉള്ള രാജ്യമാണ് ഇന്ത്യ. നാലാമത്തെ പ്രധാന പ്രതിരോധ ശേഷിയിൽ നിൽക്കുന്ന രാജ്യമാണെങ്കിൽ 12ാമത്തെ ശക്തിയായി നിൽക്കുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമാണ്. ഒപ്പം പാകിസ്ഥാൻ സേനയ്ക്കൊപ്പം തന്നെ പാകിസ്ഥാനെ ഏത് വിധേനയും സഹായിക്കാൻ കഴിയുന്ന 3 ലോകത്തെ പ്രധാനപ്പെട്ട ഭീകര സംഘടനകൾ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ, ഇവരുടെ ഏകദേശം 1,00,000-ലധികം വരുന്ന ട്രെയിൻഡായ പോരാളികൾ, എന്തിനും തയ്യാറായ പോരാളികൾ, അവരുടെ പിന്തുണ ISI പോലെ ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട രാജ്യങ്ങളോടൊക്കെ കിടപിടിക്കുന്ന കഴിയുന്ന ഒരു രഹസ്യാന്വേഷണ വിഭാഗം, ഇതൊക്കെയുള്ള പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ ചില ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ചില ഉയരഭാഗങ്ങളിൽ പാകിസ്ഥാനുള്ള മേൽക്കൈ, അവരുടെ അധീശത്വം, അത്തരം പല കാരണങ്ങളാൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ എന്തുകൊണ്ട് പാകിസ്ഥാൻ അത് താങ്ങാൻ കഴിയില്ല എന്ന് പരിശോധിക്കും മുമ്പ് പ്രതിരോധ ശേഷിയിൽ പാകിസ്ഥാൻ ഉണ്ടായിരുന്ന, ഇതിലെല്ലാം മറ്റ് മേഖലയിലൊക്കെ ദൗർബല്യമുള്ളപ്പോഴും പ്രതിരോധ ശേഷിയിൽ ഉണ്ടായിരുന്ന അവരുടെ ഒരു വലിയ അഹങ്കാരം അല്ലെങ്കിൽ വലിയൊരു ശക്തി എന്ന് അവർ പ്രതീക്ഷിച്ചിരുന്ന വിഷയം പോലും ഇപ്പോൾ തകർന്നുപോയ കാഴ്ചയാണ് കാണുന്നത്. ഇന്ത്യയിലെ 15 നഗരങ്ങൾ കേന്ദ്രമാക്കി, പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രമാക്കി പാകിസ്ഥാൻ തൊടുത്തുവിട്ട മിസൈലുകൾ, ഡ്രോണുകൾ ഒന്നും ഇന്ത്യയുടെ അതിർത്തി കടക്കും മുമ്പ് തന്നെ ഇന്ത്യ കൃത്യമായി തകർത്തിരിക്കുന്നു. ലാഹോറിലും കറാച്ചിയിലും അടക്കം തകർന്നു വീണ ഡ്രോണുകൾ, മിസൈലുകൾ, ഇതെല്ലാം പാക് നിർമ്മിത മിസൈലുകളാണ്. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ട മിസൈലുകളാണ്, ഡ്രോണുകളാണ്. ഈ സംവിധാനത്തെ, പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ അടക്കം ഇന്ത്യക്ക് തകർക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ S-400 എന്ന് പറയുന്ന റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ മിസൈൽ കവചമെന്നോ പ്രതിരോധമെന്നോ ഒക്കെ പറയാവുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 600 കിലോമീറ്റർ അകലെ നിന്ന് വരുന്ന മിസൈലുകളെ പോലും ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം S-400 ഈ റഷ്യൻ നിർമ്മിത സംവിധാനത്തിലുണ്ട്. 400 കിലോമീറ്റർ അകലെ എത്തിയാൽ ഇതിനെ ട്രാക്ക് ചെയ്ത് ടാർഗറ്റിലേക്ക് അടിച്ചിടാൻ കഴിയുന്ന സംവിധാനം ഇതിനുണ്ട്. അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന 15 കേന്ദ്രങ്ങളിലേക്ക് ഉയർന്നു പൊങ്ങിയ മിസൈലുകളെ, ഡ്രോണുകളെ എല്ലാം തന്നെ ഇന്ത്യൻ്റെ ആകാശ അതിർത്തി പോലും കടക്കുന്നതിന് മുമ്പ് പാകിസ്ഥാൻ്റെ ആകാശത്ത് വെച്ച് തന്നെ തകർത്തിടുന്നു. ഈ ഡ്രോണുകളും മിസൈലുകളും തകർന്ന് പാകിസ്ഥാനിൽ വീഴുന്നു എന്ന് മാത്രമല്ല, ഇതിനെ അടിക്കാൻ പോയ ഇന്ത്യൻ മിസൈലുകൾ കൂടി അവിടെ വീഴുന്നു. സ്വാഭാവികമായും കറാച്ചിയിലും ഇന്ന് ലാഹോറിലുമൊക്കെല്ലാം ഉണ്ടായ സ്ഫോടനങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വിട്ട ആയുധങ്ങളാണ്. പൂർണ്ണമായും SQ-9 എന്ന് പറയുന്ന ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായിരുന്നു പാകിസ്ഥാൻ ഉണ്ടായിരുന്നത്. ആ സംവിധാനവും റഷ്യയുടെ S-400 എന്ന് പറയുന്നത്, S-400 ഒക്കെ ഇന്ത്യ സ്വന്തമാക്കുന്നതിന് അമേരിക്കയൊക്കെ അതിശക്തമായ എതിർപ്പ് ഉയർത്തിയ ഘട്ടത്തിലൊക്കെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് 2018 35,000 കോടി രൂപയുടെ ഒരു കരാർ റഷ്യയുമായി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് ഇന്ത്യ ആ സംവിധാനം സ്വന്തമാക്കിയത്. എന്തായാലും പ്രതിരോധ മേഖലയിലടക്കം അവർ ഇന്ത്യയുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ തക്ക ശേഷിയില്ല എന്നുള്ളത് ഒരു ലക്ഷ്യത്തിലേക്കെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അങ്ങനെയെങ്കിലും പാകിസ്ഥാൻ ആശ്വസിക്കാമായിരുന്നു. ഒരു മിസൈലെങ്കിലും ഇന്ത്യൻ അതിർത്തി കടത്തി വന്നിട്ടാണ് ഇന്ത്യക്ക് തകർക്കാൻ കഴിഞ്ഞതെങ്കിൽ ആ തരത്തിലെങ്കിലും ആശ്വസിക്കാമായിരുന്നു. അതൊന്നും കഴിയാതെ പാകിസ്ഥാൻ പ്രതിരോധ മേഖലയിലടക്കം വീണുപോയിരിക്കുന്നു. ലോകത്തെ വലിയ ശക്തിയാണെന്നൊക്കെ അവകാശപ്പെടുമ്പോഴും പേപ്പറിലെ ശക്തി ഇപ്പോൾ പ്രായോഗികമായി കാണിക്കാൻ കഴിയുന്നില്ല എന്നത് പാകിസ്ഥാൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്ന ഏക പ്ലസിനുണ്ടായ പ്രാഥമിക ഘട്ടത്തിലുണ്ടായ തിരിച്ചടി. ഇതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ തിരിച്ചടിയാണ്, അല്ലെങ്കിൽ ശേഷിയില്ലായ്മയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അത് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉയർത്തുന്ന ഒരു വെല്ലുവിളിയല്ല. പാകിസ്ഥാൻ ഐക്യത്തോടു കൂടി നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നെങ്കിൽ സൈന്യവും അവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗവും ഈ ഭീകര സംഘടനകൾ അഡീഷണൽ സഹായം, ഇന്ത്യക്കില്ലാത്തൊരു സഹായം, അഡീഷണൽ സഹായമായ ഭീകര സംഘടനകളും എല്ലാവരും കൂടി യോജിച്ചു നിൽക്കുകയായിരുന്നെങ്കിൽ സ്വാഭാവികമായും ഇന്ത്യയെ പോലെ ഒരു രാജ്യമൊക്കെ റഷ്യ യുക്രൈനെ അടിക്കാൻ പോയിട്ട് എന്താണ് അവസ്ഥയെന്നൊക്കെ നമ്മൾ കണ്ടു. ദീർഘകാലം ചിലപ്പോൾ ഇന്ത്യക്ക് ഡാമേജ് ഉണ്ടാക്കാൻ, യുദ്ധത്തിൽ ഇന്ത്യക്ക് ജയിക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ ദീർഘകാലം പിടിച്ചു നിൽക്കാനൊക്കെ ശേഷിയുള്ള ഒരു രാജ്യം തന്നെയാണ് സൈനികമായി. അത്തരം സംവിധാനങ്ങളൊക്കെ ആയുധശേഷിയിൽ, ആയാലും വ്യോമമായാലും ശേഷിയിലായാലും അതോടൊപ്പം തന്നെ ഇനി നാവിക ശേഷിയിലായാലും എല്ലാം ഇന്ത്യയുമായി പിടിച്ചു നിൽക്കാനൊക്കെ ശേഷിയുണ്ട്. അവർക്ക് യുദ്ധം നീട്ടിക്കൊണ്ടു പോകാനൊക്കെയുള്ള കഴിവൊക്കെ ഉള്ള രാജ്യമാണ്. പ്രത്യേകിച്ച് ചില ഹൈറ്റ്സിലൊക്കെയുള്ള അവരുടെ പ്രത്യേക സ്വാധീനം കൂടി കൊണ്ട് അവർക്ക് ആ തരത്തിലേക്ക് ഉപയോഗിക്കാനൊക്കെ കഴിയുന്ന ഒരു രാജ്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു പക്വമായ നിലപാട് സ്വീകരിക്കുന്ന രാജ്യമൊന്നുമില്ല. ഒരു തെമ്മാടി രാജ്യം എന്നൊക്കെ പറയാവുന്ന രാജ്യമായതുകൊണ്ട് ഏത് തരത്തിലുള്ള ആക്രമണവും ഒക്കെ നടത്താനുള്ള ശേഷിയൊക്കെ ഉള്ള രാജ്യമൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രതിരോധ ശേഷിയിൽ, ആയുധശേഷിയിൽ ഉണ്ടായിരുന്ന അവരുടെ ശേഷി പോലും ഇല്ല എന്ന് തുടക്കഘട്ടത്തിൽ തെളിയുന്നു. അതിനൊക്കെ അപ്പുറത്തെ വലിയ വെല്ലുവിളിയാണ് പാകിസ്ഥാൻ നേരിടുന്നത്. അത് ഏറ്റവും പ്രധാനം പാകിസ്ഥാനിലെ ആഭ്യന്തര വെല്ലുവിളികളാണ്. ഒരു ഭാഗത്ത് പാകിസ്ഥാൻ ഭരണകൂടം നിൽക്കുന്നു, മറ്റൊരു ഭാഗത്ത്
നിൽക്കുന്നത് പാകിസ്ഥാൻ സേനയാണ്. പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ യുദ്ധമുണ്ടായാൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കാമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അല്ലാതെ തന്നെ രാജ്യത്തിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കാമെന്ന് ആഗ്രഹിക്കുന്നു. സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ അസീം മുനീർ അങ്ങനെ എന്തിനും തയ്യാറായ, അല്ലെങ്കിൽ സാഹസികനായ എന്ന് പറയാവുന്ന എടുത്തുചാട്ടക്കാരനായ ഒരു സൈനിക മേധാവി അവർക്ക് ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് സൈന്യം നിൽക്കുന്നു, മറുഭാഗത്ത് പാകിസ്ഥാൻ ഭരണകൂടം നിൽക്കുന്നു. മറ്റൊരു ഭാഗത്ത് ISIയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു രഹസ്യാന്വേഷണ ഏജൻസിയാണ്. അത് സൈന്യത്തോട് കൂറ് കാണിക്കുന്നതിനൊപ്പം തന്നെ ഭരണകൂടത്തോട്, ISIയുടെ തലപ്പത്ത് തന്നെ പലതരത്തിലുള്ള ഭിന്നതകൾ. അവർ സൈന്യത്തോട് കൂറ് കാണിക്കുന്ന വിഭാഗവും അതല്ല ഭരണകൂടത്തോട് കൂറ് കാണിക്കുന്ന വിഭാഗവും ഒക്കെ നിൽക്കുന്നു. അപ്പോൾ അവിടെയും അത്തരം ഒരു ഐക്യമില്ല. ഇതിലൊക്കെ അപ്പുറമാണ് പാകിസ്ഥാൻ കഴിഞ്ഞ 30 വർഷമായി തീറ്റി പോറ്റി വളർത്തുന്ന പാകിസ്ഥാനിലെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 3 പ്രധാനപ്പെട്ട ഭീകര സംഘടനകൾ: ലഷ്കർ-ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ. ഈ 3 ഭീകര സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തോതിലുള്ള സ്ഥലം നൽകി, അവർക്ക് വലിയ തോതിൽ ആയുധ പരിശീലനത്തിനുള്ള സംവിധാനങ്ങൾ നൽകി, അവർക്ക് സംരക്ഷണം ഒരുക്കി, അവർക്ക് ISIയിൽ നിന്ന് കിട്ടുന്ന രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലേക്ക് കയറ്റിവിടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സംവിധാനം. ഈ സംവിധാനവും ഇപ്പോൾ പാകിസ്ഥാൻ സേനയുമായും ISIയുമായിട്ടൊക്കെ ഇടഞ്ഞു നിൽക്കുകയാണ്. കാരണം പാകിസ്ഥാൻ ഇന്ത്യയിൽ ആക്രമണം നടത്തിയത് സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെയാണ് പഹൽഗാമിലെങ്കിൽ, ഇന്ത്യ ആക്രമണത്തിന് തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗം പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെയല്ല ആക്രമണം നടത്തിയത്, പാകിസ്ഥാനിലെ ഒരു സേനാ കേന്ദ്രത്തിന് നേരെയോ അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ ഒരു മേഖലയ്ക്ക് അല്ല ആക്രമണം നടത്തിയത്. പാകിസ്ഥാനിലെ 9 പ്രധാനപ്പെട്ട തീവ്രവാദ ഭീകരവാദ നഴ്സറികൾ, ഫാക്ടറികൾ, ഇവർക്ക് നേരെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. അത് ജെയ്ഷെ മുഹമ്മദിൻ്റേതായാലും ലഷ്കർ-ഇ തൊയ്ബയുടേതായാലും അവരുടെയൊക്കെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക്, പരിശീലന കേന്ദ്രങ്ങളിലേക്കൊക്കെയാണ് ആക്രമണം നടത്തിയത്. ജെയ്ഷെ മുഹമ്മദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിൻ്റെ സഹോദരൻ കൂടിയായ, അതോടൊപ്പം തന്നെ അവരുടെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഓപ്പറേറ്റിംഗ് ചീഫ് കൂടിയായ, ഓപ്പറേറ്റിംഗ് ഹെഡ് കൂടിയായ അബ്ദുൾ റഫ് അസർ അടക്കം കൊല്ലപ്പെട്ടിരിക്കുന്നു. ജെയ്ഷെ മുഹമ്മദ് തലവൻ്റെ മസൂദ് അസറിൻ്റെ 10 കുടുംബാംഗങ്ങളാണ് കൊല്ലപ്പെട്ടത്. ഭീകര സംഘടനകളൊക്കെ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട് പാകിസ്ഥാനോട്: നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുമ്പോൾ ഞങ്ങളുടെ സംരക്ഷണം എന്തുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞില്ല? എവിടെ പോയി പാകിസ്ഥാൻ ആർമി? എവിടെ പോയി ലോകപ്രശസ്തമെന്നൊക്കെ അവകാശപ്പെടുന്ന ISI? നിങ്ങൾക്ക് ഇന്ത്യൻ ആക്രമണം തിരിച്ചറിയാനോ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനൊരു ആക്രമണം ഉണ്ടാകുന്ന സൂചന നൽകാൻ പോലും എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു. ഞങ്ങളെ നിങ്ങൾ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നു. അങ്ങനെ ഭീകര സംഘടനകൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതിനൊക്കെ പുറമെയാണ് ഈ 3 ഭീകര സംഘടനകളും, പ്രധാനപ്പെട്ട ഈ 3 ഭീകര സംഘടനകളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ആശയ വ്യത്യാസങ്ങൾ, അവർ തമ്മിലുള്ള പോരാട്ടങ്ങൾ, അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് ഈ ഭീകര സംഘടനകൾ, 3 പ്രധാനപ്പെട്ട ലോകത്തിന് തന്നെ ഭീഷണിയായ ഭീകര സംഘടനകൾ ലഷ്കർ-ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും ഹിസ്ബുൾ മുജാഹിദീൻ നിൽക്കുന്നു. മറ്റൊരു ഭാഗത്ത് പാകിസ്ഥാൻ സേന നിൽക്കുന്നു. മറ്റൊരു ഭാഗത്ത് പാകിസ്ഥാൻ ഭരണകൂടം നിൽക്കുന്നു. ഇതൊക്കെ പുറമെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇന്ത്യയുമായി യുദ്ധത്തിനൊക്കെ കോപ്പുകൂട്ടി നിൽക്കുമ്പോഴാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ ബലൂചിസ്ഥാനിൽ 14 സൈനികരെ കൊലപ്പെടുത്തുന്നത്, അതിൻ്റെ ദൃശ്യങ്ങൾ അവർ തന്നെ പുറത്തുവിടുന്ന അവസ്ഥയുണ്ടാകുന്നു. അങ്ങനെ രാജ്യത്തിനകത്ത് ബലൂചിസ്ഥാൻ എന്ന അതിവിശാലമായ ഒരു പ്രദേശത്ത് പാകിസ്ഥാനെതിരെയുള്ള വലിയ മുന്നേറ്റങ്ങൾ നടക്കുന്നു. ബലൂചിസ്ഥാനിലെ ജനങ്ങളുടെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ കൂടി ഇതിനുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം യോജിപ്പിക്കുന്ന ഏക ഘടകം ഇന്ത്യ വിരോധം മാത്രമാണ്. പക്ഷേ ഇന്ത്യ വിരോധം കൊണ്ട് മാത്രം കൂട്ടിയോജിപ്പിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഇവരുടെ എല്ലാം അധികാരമോഹമോ ഒക്കെ വേറെ തരത്തിലേക്കാണ്. പാകിസ്ഥാൻ ഭരണകൂടം ഒരു ഭാഗത്ത്, സൈന്യം മറ്റൊരു ഭാഗത്ത്, ISI മറ്റൊരു ഭാഗത്ത്, ഭീകര സംഘടനകൾ മറ്റൊരു ഭാഗത്ത്, ബലൂചിസ്ഥാൻ ആർമി മറ്റൊരു ഭാഗത്ത്. അങ്ങനെ ഏകദേശം പറഞ്ഞാൽ 4ഓ 5ഓ ആയി ഘട്ടങ്ങളായി ഇതിൽ 1ഓ 2ഓ വരെ കൂട്ടിയോജിപ്പിച്ചാൽ മറ്റുള്ളവരെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് പാക് ഭരണകൂടം നിൽക്കുന്നത്. അതൊക്കെ കൊണ്ടാണ് പാകിസ്ഥാനിലെ ഒരു MP തന്നെ ഇന്ന് പാകിസ്ഥാൻ പാർലമെൻറ്റിൽ വന്ന് കരയുന്ന സ്വരത്തിൽ പറയുന്നത്, നിങ്ങൾ ഈ ജനങ്ങളെ യുദ്ധത്തിന് വിട്ടുകൊടുക്കരുത്, ഇത്തരം യുദ്ധത്തിലേക്ക് പോകരുത് എന്നൊക്കെ അപേക്ഷിക്കേണ്ട അവസ്ഥ വരുന്നത്. ഈ യുദ്ധം എല്ലാ കാലത്തും പാകിസ്ഥാനിൽ യുദ്ധമുണ്ടായതും പട്ടാള അട്ടിമറി ഉണ്ടായതും എല്ലാം പാകിസ്ഥാൻ എന്ന് പറയുന്ന വിശാലമായ ഒരു രാജ്യം, ആ രാജ്യത്തിൻ്റെ ജനത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതിക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയല്ല, അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇന്ത്യ വിരുദ്ധത ആയുധമാക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഉണ്ടായത്. ഇപ്പോൾ അങ്ങനെ പോലും കൂട്ടിയോജിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന് ഇപ്പോൾ ഇന്ത്യയുമായി ഒരു യുദ്ധത്തിന്, പക്ഷേ നേരെ മറിച്ച് ഇന്ത്യയുടെ അവസ്ഥ ആലോചിക്കണം. രാഷ്ട്രീയമായി വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കുമ്പോഴും ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒരുമിച്ച് നിന്ന് ഇന്ത്യ എന്ന വികാരത്തിനൊപ്പം നിൽക്കുന്നു. പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കണം എന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു.
പല അഭിപ്രായ വ്യത്യാസങ്ങളും പല സംശയങ്ങളും ഒക്കെ പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോഴല്ല പറയേണ്ടതെന്നും ഞങ്ങൾ അത് പറയേണ്ട ഘട്ടമല്ലെന്നും രാജ്യം ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടമാണെന്നും ഒരു സർവകക്ഷി യോഗത്തിലടക്കം സന്ദേശം കൊടുക്കുന്നു. അത്തരം ചോദ്യങ്ങളോട് പോലും അത് അനുകൂലമായ പ്രതികരണം ഉണ്ടാകുന്നില്ല. അത് പറയേണ്ട ഘട്ടമല്ല എന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അധ്യക്ഷനുമൊക്കെ പരസ്യമായി പറയുന്നൊരു ഘട്ടം. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചൊന്നും ആലോചിക്കാൻ പോലും കഴിയില്ല. പാകിസ്ഥാൻ സർക്കാർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ബിലാവൽ ഭൂട്ടയെ പോലെയുള്ള നേതാക്കളൊക്കെ മറുഭാഗത്തു നിന്ന് പ്രകോപനം സൃഷ്ടിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നു. പക്ഷേ ഇന്ത്യയെ പോലെ അങ്ങനെ രാഷ്ട്രീയമായ ഒരു സ്ഥിരതയോ അല്ലെങ്കിൽ അത്തരമൊരു ബോധമോ അല്ലെങ്കിൽ ആ ഒരു നിലവാരമൊന്നും ഉള്ള രാജ്യമല്ല. സാമ്പത്തികമായി അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ അവസ്ഥ യുദ്ധമുണ്ടായാൽ സ്വാഭാവികമായും ഇന്ത്യ വലിയ ശക്തിയാണെങ്കിലും ഇന്ത്യക്കും സാമ്പത്തികമായി തിരിച്ചടി ഉണ്ടാകും. പക്ഷേ പാകിസ്ഥാന് ഇപ്പോൾ താങ്ങാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുടെ വളർച്ചയിൽ ചിലപ്പോൾ കുറവ് വന്നേക്കാം, പക്ഷേ ഒരു യുദ്ധം താങ്ങാനുള്ള ശേഷി ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയ്ക്കുണ്ട്. പക്ഷേ പാകിസ്ഥാൻ അങ്ങനെയല്ല, അങ്ങനെ പോലുമുള്ള ശേഷിയില്ലാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയുമായുള്ള ഒരു യുദ്ധം താങ്ങാൻ ആവില്ല എന്ന ഒരു പൊതുവിലയിരുത്തൽ പാകിസ്ഥാനുള്ളിൽ നിന്ന് പോലും അതിശക്തമായി ഇപ്പോൾ ഉയരുന്നത്.